ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. പത്രികാ സമർപ്പണം ഈ മാസം 23 വരെ. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവം. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരുടെ ആദ്യഘട്ട സന്ദർശനം ഇന്നു മുതൽ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. റെയിൽവേ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച. LPG-യുമായി ഹോർമുസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ ശിവാലിക് മുന്ദ്ര തുറമുഖത്തെത്തി. രാജ്യത്തെ എല്ലാ റിഫൈനറികളും പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാൻ ഇന്ന് മുതിർന്ന പൌരന്മാർക്ക് മാത്രമായി തുറന്നു നൽകും. അഫ്ഗാനിസ്ഥാനിലെ ആശുപത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400ഓളം പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഈ മാസം 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-നാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഈ മാസം 26 വരെയാണ് പത്രിക പിൻവലിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. ഗോവ, കർണാടക, നാഗാലാന്റ്, ത്രിപുര ഉപതെരഞ്ഞെടുപ്പുകൾക്കുള്ള വിജ്ഞാപനവും ഇന്നലെ പുറത്തിറക്കി. തിരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. അവധി ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന കാര്യം പരിശോധിക്കുമെന്നും തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടുത്തുമെന്നും ശ്രീ കേൽക്കർ പറഞ്ഞു. സീറോ ടോളറൻസ് ടു എനി ഇലക്ടറൽ മാൽ പ്രാക്ടീസ് ആയിരിക്കും ഈ പ്രാവശ്യം നമ്മൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ എൻവയറമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ, ക്ലീൻ, റെസ്പോൺസിബിൾ ഇലക്ഷൻസ് നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ഫുള്ളി ആക്സസിബിൾ ആയിരിക്കണം. ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് അടക്കം നമ്മുടെ എല്ലാ പോളിംഗ് സ്റ്റേഷൻസ് ആക്സസിബിൾ ആവണം. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിൽ സജീവമാകുകയാണ് സ്ഥാനാർത്ഥികൾ. 47 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP ഇന്നലെ പുറത്തിറക്കി. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും വട്ടിയൂർക്കാവിൽ R ശ്രീലേഖയും കഴക്കൂട്ടത്ത് V മുരളീധരനും മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മും 12 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള NCP സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. AK ശശീന്ദ്രൻ ഏലത്തൂരിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. NDA ഘടകകക്ഷിയായ BDJS-ഉം 12 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. CPIM 81 പേരുടെയും CPI 25 പേരുടെയും പട്ടിക പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവ് നിരീക്ഷകരുടെ ആദ്യഘട്ട സന്ദർശനം ഇന്ന് ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 40 ചെലവ് നിരീക്ഷകരാണ് ഇന്ന് സംസ്ഥാനത്ത് എത്തുന്നത്. 3 ദിവസമായിരിക്കും ചെലവ് നിരീക്ഷകർ ആദ്യഘട്ടത്തിൽ ഇവിടെ തങ്ങുക. ഇതിനുശേഷം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരിക്കും ചെലവ് നിരീക്ഷകർ വീണ്ടും എത്തുന്നത്. തുടർന്ന് പ്രചാരണ കാലാവധി മുഴുവൻ ഇവർ സംസ്ഥാനത്ത് തങ്ങും. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന്റെ 25-ാം ദിവസമാകും ചെലവ് നിരീക്ഷകർ വീണ്ടും എത്തുന്നത്. 8 ദിവസമായിരിക്കും ഈ 3-ാം ഘട്ട സന്ദർശനത്തിൽ ഇവർ സംസ്ഥാനത്ത് തങ്ങുക. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ വീഡിയോ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നതിനും മോട്ടോർ വാഹന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ ട്രാൻസ്പോർട്ട് നോഡൽ ഓഫീസറെ നിയമിച്ചു. മാനന്തവാടി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK നജീബിനെയാണ് മെയ് 7 വരെയുള്ള കാലയളവിലേക്ക് നിയമിച്ചത്. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് ഈ മാസം 23 വരെ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണത്തിന് പ്രത്യേക ഊന്നൽ നൽകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 100% പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് നിർബന്ധമാക്കിയിട്ടുണ്ട്. വലിയ ഒത്തുചേരലുകളിലും പ്രശ്നബാധിത പ്രദേശങ്ങളിലും സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഡ്രോണുകൾ വിന്യസിക്കും. കൂടാതെ ഇതാദ്യമായി നിരീക്ഷകരുടെ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതിന് IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒബ്സർവർ സെൽ രൂപീകരിച്ചിട്ടുണ്ട്. ബീഹാറിൽ നിന്നുള്ള 5 രാജ്യസഭാ സീറ്റുകളും നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് നേടി. NDAയിൽ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ള നിതിൻ നബിൻ, ശിവേഷ് റാം, ജനതാദൾ യുണൈറ്റഡിൽ നിന്നുള്ള നിതീഷ് കുമാർ, രാംനാഥ് താക്കൂർ, രാഷ്ട്രീയ ലോക് മോർച്ചയിൽ നിന്നുള്ള ഉപേന്ദ്ര കുശ്വാഹ എന്നിവരും ഉൾപ്പെടുന്നു. ഒഡീഷയിൽ മൻമോഹൻ സമലും സുജിത് കുമാറുമടക്കം 4 BJP നോമിനികൾ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം BJPയുടെ സഞ്ജയ് ഭാട്ടിയയും കോൺഗ്രസിന്റെ കരംബീർ സിംഗ് ബൌദ്ധും ഹരിയാനയിൽ നിന്നുള്ള 2 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു.
2026-27 റെയിൽവേ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ധനാഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് രാജ്യസഭയിൽ 2026 ധനവിനിയോഗ ബിൽ അവതരിപ്പിച്ചേക്കും. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാൻ ഇന്ന് മുതിർന്ന പൌരന്മാർക്ക് മാത്രമായി തുറന്നു നൽകും. വിവിധ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഡൽഹി പോലീസിലെ സീനിയർ സിറ്റിസൺ സെൽ തുടങ്ങിയവരുമായി സഹകരിച്ച് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് സന്ദർശനം ഒരുക്കുന്നത്. മുതിർന്ന പൌരന്മാരെ സാമൂഹികവും വിനോദപരവുമായ പ്രവർത്തനങ്ങൾ പങ്കെടുപ്പിക്കുക ലക്ഷ്യമിട്ടാണ് ഉദ്യാനം തുറക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. സന്ദർശനം സുഗമമാക്കുന്നതിന് ഗതാഗതം ഉൾപ്പെടെയുള്ള അവശ്യ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിലെ ആശുപത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400ഓളം പേർ കൊല്ലപ്പെടുകയും 250ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വ്യോമാക്രമണത്തിൽ ആശുപത്രിയുടെ വലിയൊരു ഭാഗം തകർന്നതായും താലിബാൻ സർക്കാർ വക്താവ് അറിയിച്ചു. ആക്രമണത്തിൽ UN ആശങ്ക പ്രകടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ലെബനനിൽ കരയുദ്ധവും ഇറാനിൽ മിസൈൽ ആക്രമണവും തുടരുകയാണെന്ന് ഇസ്രയേൽ അറിയിച്ചു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിനെതിരെ പോരാട്ടം തുടരുമെന്ന് ഇറാൻ ആവർത്തിച്ചു. LPGയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നെത്തിയ ഇന്ത്യൻ കപ്പൽ ശിവാലിക് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെത്തി. മറ്റൊരു ചരക്ക് കപ്പലായ നന്ദാദേവി ഇന്ന് ഇന്ത്യൻ തീരത്തെത്തിച്ചേരുമെന്ന് തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. UAEയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി പുറപ്പെട്ട ഇന്ത്യൻ കപ്പൽ ജഗ് ലാഡ്കി ഇന്ത്യയിലേക്ക് സുരക്ഷിതമായി യാത്ര തുടരുകയാണ്. രാജ്യത്ത് ആവശ്യത്തിന് അസംസ്കൃത എണ്ണ ശേഖരമുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. എല്ലാ റിഫൈനറികളും പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ അറിയിച്ചു. പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം, LPG വിതരണം എന്നിവയിൽ നിലവിൽ ബുദ്ധിമുട്ടുകളില്ലെന്നും ശ്രീമതി സുജാത ശർമ്മ വ്യക്തമാക്കി. हम बार बार कंज्यूमर से अपील कर रहे थे कि ऑनलाइन बुकिंग करें. उसकी वजह से ऑनलाइन बुकिंग में इंक्रीज हुआ है. लगभग 90% बुकिंग्स हैव बीन ऑनलाइन. एक और इनिशिएटिव जो हम इस वक्त पुश करना चाह रहे हैं वो है डिलीवरी ऑथेंटिकेशन कोड. सो डिलीवरी ऑथेंटिकेशन कोड के नंबर्स में भी इम्प्रूवमेंट आया है. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ജർമ്മനി, സ്ലൊവാക്യ, ഗ്രീക്ക്, ഡച്ച് വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുക, വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, ജലവിനിയോഗം എന്നിവയിലെ സഹകരണം ഉറപ്പാക്കുക തുടങ്ങിയവയും ചർച്ചയായി. ഹോർമൂസിലൂടെ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത ഗതാഗതത്തിന് പകരമായി ഫെബ്രുവരിയിൽ ഇന്ത്യ പിടിച്ചെടുത്ത 3 ടാങ്കറുകൾ വിട്ടുകൊടുക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായി അവകാശപ്പെടുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയും ഇറാനും തമ്മിൽ ഇത്തരമൊരു ചർച്ച നടന്നിട്ടില്ലെന്നും മാധ്യമ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും ഒരു LPG സിലിണ്ടർ അധികമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 2 മാസത്തേക്ക് ഈ ക്രമീകരണം ഏർപ്പെടുത്താൻ എണ്ണ വിതരണ കമ്പനികൾക്ക് നിർദ്ദേശം നൽകണമെന്നാണ് കത്തിലെ ആവശ്യം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴി എണ്ണക്കടത്ത് പുനരാരംഭിക്കാൻ സഖ്യകക്ഷികളുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കുകയാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ. വലിയ യുദ്ധത്തിലേക്ക് തങ്ങളില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കടലിടുക്ക് തുറക്കുന്നതിനായി യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതികരണം. ശ്രീലങ്കയിൽ ഇന്ധനക്ഷാമം തുടരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, കോടതികൾ എന്നിവയ്ക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സർക്കാർ പരിപാടികൾ നിർത്തിവെച്ചതായും അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. പത്രികാ സമർപ്പണം ഈ മാസം 23 വരെ. കേരളത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായ മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവം. തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരുടെ ആദ്യഘട്ട സന്ദർശനം ഇന്നു മുതൽ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടരുന്നു. റെയിൽവേ മന്ത്രാലയത്തിന്റെ ധനാഭ്യർത്ഥനകളിൽ ലോക്സഭയിൽ ഇന്ന് ചർച്ച. LPGയുമായി ഹോർമൂസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പൽ ശിവാലിക് മുന്ദ്ര തുറമുഖത്തെത്തി. രാജ്യത്തെ എല്ലാ റിഫൈനറികളും പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാൻ ഇന്ന് മുതിർന്ന പൌരന്മാർക്ക് മാത്രമായി തുറന്നു നൽകും. അഫ്ഗാനിസ്ഥാനിലെ ആശുപത്രിയിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 400ഓളം പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.